ഏതായാലും കേസെടുത്തില്ലേ, ആദ്യം അത് അംഗീകരിക്കും. ഏത് കാര്യത്തെക്കുറിച്ചും വന്നാൽ അത് സംബന്ധിച്ച് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. അത് പരിശോധിച്ച് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ ദിവസം മണിക്കൂർ താമസിച്ചു പോയി എന്ന് പറയുന്നതിന് വലിയ ഔചിത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സദാനന്ദ മാസ്റ്റർ കാൽവെട്ട് കേസിൽ അപ്പോൾ ആ പ്രതികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പാർട്ടി നിലപാട്. ഇപ്പോൾ വിശദീകരണ യോഗമൊക്കെ മറ്റന്നൂർ ചേരുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആരെങ്കിലും ആക്രമിക്കുന്ന പാർട്ടിയല്ല, അങ്ങനെ കാലും കയ്യും വെട്ടാൻ നടക്കുന്ന പാർട്ടിയല്ല. ജീവൻ കൊടുത്തും ജനങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളെ വെട്ടാനും കൊല്ലാനും വന്നവരോട് പോലും സ്നേഹവാത്സല്യത്തോടു കൂടി പെരുമാറിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ശത്രുത വെച്ച് നിലത്തുന്നതേയല്ല. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പാർട്ടി എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് ഒരു നിലപാടെടുക്കുക, മറ്റ് പാർട്ടികളെ പോലെയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചറിയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഖാക്കളെക്കുറിച്ചറിയാം, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാം. അതിലുള്ള സഖാക്കളെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു നിരീക്ഷണം നടത്തിയാൽ സത്യം ബോധ്യപ്പെടും. കോടതി കുറ്റക്കാരാണെന്ന് അല്ല, കോടതി കുറ്റക്കാരാണെന്ന് ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? പിന്നെ വിട്ടയച്ചിട്ടില്ലേ? വിട്ടയച്ച എത്ര സംഭവങ്ങളുണ്ട്? അതുകൊണ്ട് കുറ്റക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് അന്തിമമായി അവർ കുറ്റക്കാരായി കഴിഞ്ഞു എന്ന നിഗമനത്തിലെത്തരുത്. ഇന്നത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഭരണഘടനയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനം കോടതിക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും 100% സത്യമാകണമെന്നില്ല, തെറ്റാർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവർ, ഇവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ, അവരുടെ നില ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങൾക്ക് മാധ്യമക്കാർക്കും അവരെല്ലാം കുറിച്ചറിയാം. പൊതുരംഗത്ത് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലുള്ള പാർട്ടി നിലപാടിനനുസരിച്ചാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കുക. ഞാനായിട്ട് ഈ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് നേരത്തെ സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടു, മറ്റ് സ്പോൺസറുകൾ ഉൾപ്പെടെ കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് സർക്കാരാണ് കരാർ ലംഘിച്ചത്, അതുകൊണ്ടാണ് മെസ്സിയുടെ വരവ് തടസ്സപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അന്തിമമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഗവൺമെൻറ്റിന് ഒരു കാര്യമേ ഉള്ളൂ, എല്ലാ കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. അന്താരാഷ്ട്ര നിലവാരത്തിൽ പരിശീലകരായിട്ടുള്ളവരൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് കേരളത്തിലെ കായിക താരങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. എൻ്റെ കാലത്ത് തന്നെ ഞാൻ ആ കായിക വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ്. ഞങ്ങൾ അത്തരത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രശസ്തരെ കൊണ്ടുവരിക, കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ കായിക രംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു നിലപാട് സാധാരണ സ്വീകരിച്ച് പ്രവർത്തിക്കും. അതേ ഇതിലും പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്കിവിടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഏത് കാര്യത്തെയും ഒരു തെറ്റായ നിലയിൽ നിരീക്ഷിക്കുക, ശരിയായ നിലയിൽ നമ്മൾ നിരീക്ഷിക്കുക. അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളൂ.